മാധ്യമം എഡിറ്റോറിയൽ 2020 ഡിസംബർ 28. വിരട്ടിയത് അഭിഭാഷകനെയല്ല, നീതിന്യായത്തെയാണ്. ഡൽഹിയിലെ അഭിഭാഷകനായ മഹ്മൂദ് പ്രാച്ചയുടെ ഓഫീസിൽ പോലീസ് നടത്തിയ റെയ്ഡ് ഏതെങ്കിലുമൊരു വക്കീലിനെതിരായ നിയമ നടപടി മാത്രമായി കാണാനാകില്ല. രാജ്യത്തെ നിയമവാഴ്ചയുമായും നീതി നിർവഹണവുമായും ബന്ധപ്പെട്ട ഗൗരവമേറിയ ധ്വനികൾ സംഭവത്തിനുണ്ട്. ഒരു തെരച്ചിൽ വാറണ്ടിന്റെ മറവിൽ അഭിഭാഷകൻ ഏറ്റെടുത്ത കേസുകളുടെയും അവയിലെ കക്ഷികളുടെയും സ്വകാര്യ വിവരങ്ങളടക്കം എടുത്തുകൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. ഡൽഹിയിലെ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കുറെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് പ്രാച്ച. ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെൽ ഡിസംബർ 24 ഉച്ചക്ക് 12 അദ്ദേഹത്തിന്റെ ഓഫീസിൽ റെയ്ഡ് തുടങ്ങിയത്. പിറ്റേന്ന് പുലർച്ചെ 3 മണിവരെ നീണ്ടു അത്. പ്രാച്ചയുടെ ഓഫീസിൽ നിന്നയച്ച വ്യാജ സന്ദേശവും മറ്റു വിവരങ്ങളും കണ്ടെടുക്കാനാണ് തെരച്ചിലെന്ന് പോലീസ് പറയുന്നു. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കുകളും കമ്പ്യൂട്ടറുകൾ തന്നെയും പിടിച്ചെടുക്കാൻ വാറണ്ട് അനുവദിക്കുന്നില്ലെന്ന് പ്രാച്ച ചൂണ്ടിക്കാട്ടി. രേഖകൾ പരിശോധിക്കാമെന്നല്ലാതെ പിടിച്ചെടുക്കാൻ വാറണ്ട് പ്രകാരം പോലീസിന് അധികാരമില്ല. എന്നിട്ടും എല്ലാം പോലീസ് എടുത്തുകൊണ്ടുപോയി. ഡൽഹി അതിക്രമങ്ങൾ സംബന്ധിച്ച കേസുകളിൽ ഇരകളെ കള്ളമൊഴി നൽകാൻ പ്രേരിപ്പിച്ചു എന്നും മറ്റുമുള്ള ആരോപണങ്ങൾ ഡൽഹി പോലീസ് ഉയർത്തിയിരുന്നു. ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അഡീഷണൽ സ്പെഷ്യൽ ജഡ്ജി പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ക്രിമിനൽ നടപടിക്രമം 93 പ്രകാരം നിശ്ചിത രേഖകൾ പരിശോധിക്കാനുള്ള അനുമതി മാത്രമാണ് പോലീസിനുള്ളത്. അതുപയോഗിച്ച് രേഖകളും ലാപ്ടോപ്പും പിടിച്ചെടുത്ത നടപടി അമിതാധികാര പ്രയോഗം മാത്രമല്ല, നീതിന്യായ ക്രമത്തിന്റെ തായ്വേരിൽ വെട്ടാനുള്ള ശ്രമം കൂടിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നടപടിക്രമമനുസരിച്ച് റെയ്ഡിന്റെ വിശദാംശങ്ങളും പിടിച്ചെടുത്ത രേഖകളും മജിസ്ട്രേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന ചട്ടവും ഡൽഹി പോലീസ് ലംഘിച്ചു. ഇക്കാര്യം അഡ്വക്കേറ്റ് പ്രാച്ച കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും റെയ്ഡ് വിവരങ്ങളും രേഖകളും കാണിക്കാൻ കോടതി പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിയമത്തെയും നടപടിക്രമങ്ങളെയും നിസ്സാരമായി കാണുന്നത് മാത്രമല്ല ഈ സംഭവത്തിലെ ഗൗരവപ്പെട്ട പ്രശ്നം. അഭിഭാഷകരും കക്ഷികളും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ സ്വകാര്യമാക്കി വെക്കാനുള്ള അവകാശം നീതിന്യായ വ്യവസ്ഥയുടെ തന്നെ ഭാഗമാണ്. അതെല്ലാം അടങ്ങുന്ന ഹാർഡ് ഡിസ്കും ലാപ്ടോപ്പും പിടിച്ചെടുക്കുക വഴി ഗുരുതരമായ നീതികേടാണ് പോലീസ് ചെയ്തത്. അഡ്വക്കേറ്റ് പ്രാച്ചയും കോടതികളിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കക്ഷികളും തമ്മിലുള്ള എഴുത്തുകുത്തുകൾ പിടിച്ചെടുക്കുമ്പോൾ അഭിഭാഷകനിലുള്ള വിശ്വാസം തകർക്കാനും കക്ഷികളെ അപായപ്പെടുത്താനും പോലീസ് വഴിതുറക്കുകയാണ്. മാത്രമല്ല, കോടതി വാറണ്ടിന്റെ പരിധി ലംഘിച്ചാണ് ഇതെല്ലാം ചെയ്തത്. ആ നിലക്ക് അഭിഭാഷകരുടെ അവകാശ സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ പോലീസിന്റെ അമിതാധികാരം സ്ഥാപിക്കാനുള്ള ശ്രമം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സംഭവം ഒരു അഭിഭാഷകന്റെ മാത്രം കാര്യമല്ല, അഭിഭാഷക സമൂഹത്തിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെയും വിഷയം തന്നെയാണ്. നിയമവാഴ്ചക്കുമേൽ പോലീസ് രാജ് അടിച്ചേൽപ്പിക്കുന്ന ഈ രീതി രാജ്യത്തിന്റെ മൊത്തം പ്രശ്നമാണ്. അധികാരപരിധിക്കപ്പുറം പ്രവർത്തിക്കുന്നതിന് മാത്രമല്ല, കള്ളക്കേസുകൾ സൃഷ്ടിച്ചതിനും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കുപ്രസിദ്ധി നേടിയ സംഘമാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ. പലതവണ കോടതിയുടെ ശാസന ഏറ്റുവാങ്ങിയ ബഹുമതിയുമുണ്ട് അവർക്ക്. പൗരത്വ പ്രക്ഷോഭത്തിൽ ഡൽഹി പോലീസിന്റെ പക്ഷപാതപരമായ നിലപാട് വ്യക്തമായി കഴിഞ്ഞതാണ്. അത്തരമൊരു സംഘം പൗരത്വ പ്രക്ഷോഭം മുതൽ കർഷക പ്രക്ഷോഭം വരെയുള്ള സർക്കാരിന് അഹിതകരമായ കേസുകൾ ഏറ്റെടുത്ത് നടത്തുന്ന അഭിഭാഷകന്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ അനുമതി തേടുമ്പോൾ കോടതി കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. വിയോജിക്കുന്നവരെ കേസിൽ കുടുക്കുന്ന സർക്കാർ മുറയും അത്തരം ജാഗ്രതയ്ക്ക് പ്രേരണയാകേണ്ടിയിരിക്കുന്നു. വിയോജിക്കുന്നവരെ മാത്രമല്ല, അവർക്കുവേണ്ടി കോടതിയിൽ വാദിക്കുന്നവരെയും പോലീസ് വേട്ടയാടാൻ ഒരുങ്ങുമ്പോൾ കൃത്യമായ പരിധികളും നിർദ്ദേശങ്ങളും കോടതിയിൽ നിന്ന് വേണ്ടതായിരുന്നു. അടിയന്തരാവസ്ഥയിൽ പോലും അഭിഭാഷക സംവിധാനത്തിന്റെ പവിത്രത ഇങ്ങനെ കടന്നാക്രമണത്തിന് വിധേയമായിട്ടില്ല. പോലീസ് റെയ്ഡിന് കോടതിയുടെ അനുമതി നിർബന്ധമാകുന്നത് മതിയായ സൂക്ഷ്മതയും പൗരാവകാശ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്താനാണല്ലോ. ഏതായാലും അഡ്വക്കേറ്റ് പ്രാച്ച പട്യാല ഹൗസ് കോടതിക്ക് നൽകിയ പരാതിയിൽ കോടതി നടപടി സ്വീകരിക്കുന്നുണ്ടെന്നത് ആശ്വാസകരമാണ്. റെയ്ഡിന്റെ പൂർണ്ണ വീഡിയോ അടക്കം എല്ലാ വിവരവുമായി കോടതിയിൽ ഹാജരാക്കാൻ റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രാച്ച നൽകിയ കേസുകൾ കെട്ടിച്ചമച്ചതാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കുകയായിരുന്നു പോലീസ് ചെയ്യേണ്ടിയിരുന്നത്. പകരം അഭിഭാഷകനെയും കക്ഷികളെയും വിരട്ടുന്ന തരത്തിൽ റെയ്ഡ് നടത്തുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ തെറ്റുതിരുത്താനും തെറ്റു ചെയ്തവരെ ശിക്ഷിക്കാനും കോടതിയുടെ ഇടപെടൽ ഉതകുമെന്ന് പ്രതീക്ഷിക്കുക.